ഹായ്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കേൾക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. കുട്ടി വിരൽ കുടിക്കുന്നത് കാണുമ്പോൾ മുതിർന്നവർ പറയും അവൻ്റെ വിരലിൽ ഇത്തിരി കാന്താരിമുളക് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആര്യവേപ്പില അരച്ച് പുരട്ടി കൊടുക്കുക എന്നൊക്കെ. ഒരു പക്ഷേ നിങ്ങളും ഇത് കേട്ടിട്ടും പരീക്ഷിച്ചിട്ടും ഉണ്ടാകാം. ആദ്യത്തെ 1-2 ദിവസം കുട്ടി കരയും. പിന്നെ ആ കയ്പുള്ള വിരൽ വായിൽ വെച്ച് അവൻ വീണ്ടും കുടിക്കാൻ തുടങ്ങും. അപ്പോൾ വീട്ടിലുള്ളവർ പറയും, ഇത്ര വലുതായില്ലേ, വിരൽ കുടിക്കുകയാണോ? നാളെ സ്കൂളിൽ പോകുമ്പോൾ പല്ല് മുഴുവൻ ഉന്തി നിൽക്കും, കൂട്ടുകാർ കളിയാക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത്? ഞാൻ വേണ്ടത്ര സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണോ കുട്ടി ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇനി ഭാവിയിൽ അവന് സംസാരശേഷി കുറയുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുകയാളാണോ നിങ്ങൾ? ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ വിരൽ കുടിക്കുന്നത്, ഇതിന് പിന്നിലുള്ള സയൻസ് എന്താണ്, ഇത് നോർമലാണോ അതോ പേടിക്കേണ്ടതാണോ, പേടിക്കേണ്ടതാണെങ്കിൽ തന്നെ എപ്പോൾ, ഈ ശീലം മാറ്റിയെടുക്കാനുള്ള 5 പ്രാക്ടിക്കൽ വഴികളും ഈ വീഡിയോയിലുണ്ടാകും. ഇത് മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരു രക്ഷിതാവാകാനും കഴിയും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. കുട്ടി വിരൽ കുടിക്കുന്നത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനോ വാശി കാണിക്കാനോ അല്ല. ഇതൊരു അപരാധവുമല്ല. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഏകദേശം 15 ആഴ്ച പ്രായമുള്ള സമയത്ത് തന്നെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കിയാൽ തന്നെ കുഞ്ഞു വിരൽ വായിൽ വെച്ച് കുടിക്കുന്നത് കാണാം. അതായത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകൃതി അവർക്ക് നൽകിയ ഒരു കഴിവാണത്. നാച്ചുറൽ റിഫ്ലക്സ് എന്ന് പറയും. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് എങ്ങനെയാണ് അമ്മയുടെ പാൽ കുടിക്കേണ്ടതെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലല്ലോ. അതിന് സഹായകമാകുന്ന സക്കിംഗ് റിഫ്ലക്സിൻ്റെ ഭാഗമാണ് വിരൽ കുടിക്കുന്നതും. പ്രധാനമായിട്ടും 5 കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ഈ ശീലം തുടരുന്നത്. 1. സ്വയം ആശ്വാസം കണ്ടെത്താൻ, സെൽഫ് സൂത്തിങ് എന്ന് പറയും. നമ്മൾ മുതിർന്നവർ ടെൻഷൻ വരുമ്പോൾ നഖം കടിക്കുകയോ കാലാട്ടുകയോ അല്ലെങ്കിൽ കോഫി കുടിക്കുകയോ ചെയ്യാറില്ലേ? അത് നമ്മുടെ ടെൻഷൻ കുറക്കാനാണ്. അതുപോലെ ഈ ചെറിയ കുട്ടിക്ക് ഒരു വലിയ ലോകത്തൊരു സുരക്ഷിതത്വം തോന്നാനും അമ്മയുടെ ചൂട് മുലപ്പാലും കുടിക്കുന്ന ആ ഒരു ഫീലും എപ്പോഴും കിട്ടാനായിട്ടും അവർ വിരൽ കുടിക്കാറുണ്ട്. രണ്ടാമതായി, പല്ല് മുളക്കുന്നതിൻ്റെ വേദന. 6 മാസം മുതൽ കുട്ടികൾക്ക് പല്ല് വന്ന് തുടങ്ങും. ഈ സമയത്ത് മോണയിൽ വല്ലാത്തൊരു തരിപ്പും ചൊറിച്ചിലും വേദനയും ഉണ്ടാകും. അവിടെ ഒരു പ്രഷർ കൊടുത്താൽ അവർക്ക് സുഖം തോന്നും. അതിനായി അവർ വിരലോ അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന കളിപ്പാട്ടങ്ങളോ ഒക്കെ വായിൽ വെക്കാറുണ്ട്. മൂന്നാമതായി, സെൻസറി ആവശ്യങ്ങൾ. ചില കുട്ടികളുടെ തലച്ചോറിന് ശാന്തമാകണമെങ്കിൽ വായുടെ ഭാഗത്ത് ഒരു പ്രഷർ ഓറൽ സെൻസറി ഇൻപുട്ട് കിട്ടണം. വിരൽ വലിച്ചു കുടിക്കുമ്പോൾ താടിയലിലെ പേശികൾക്ക് കിട്ടുന്ന ഒരു വ്യായാമം അവരെ വല്ലാതെ റിലാക്സ് ചെയ്യിപ്പിക്കും. നാലാമതായി, സ്ട്രെസ് ഓർ ആങ്സൈറ്റി. പുതിയ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ അപരിചിതരായ ആളുകൾ വരുമ്പോൾ, അമ്മയെ പെട്ടെന്ന് കാണാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ മാതാപിതാക്കൾ തമ്മിൽ വഴക്കടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴൊക്കെ കുട്ടികളുടെ ഉള്ളിൽ വലിയൊരു പേടിയുണ്ടാകും. ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി അവർ പെട്ടെന്ന് വിരൽ വായിലിടും. അടുത്തതായി, പുതിയൊരു കുഞ്ഞ് വരുമ്പോൾ, വീട്ടിൽ രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യത്തെ കുട്ടിയായ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം കുറയുമോ എന്ന് ഭയം വരും. അപ്പോൾ വലിയ കുട്ടിയായിരുന്നാലും അവർ വീണ്ടും പഴയ പോലെ വിരൽ കുടിക്കാനും കുഞ്ഞുങ്ങളെപ്പോലെ കരയാനും തുടങ്ങും. ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണിത്. എൻ്റെ കുട്ടിക്ക് 2 വയസ്സായി, ഇത് നോർമലാണോ എന്ന് നമുക്ക് പ്രായം വെച്ച് നോക്കാം. ജനനം മുതൽ 2 വയസ്സ് വരെ ഏകദേശം 90% കുട്ടികളും ഈ പ്രായത്തിൽ വിരൽ കുടിക്കും. ഇത് പൂർണ്ണമായും നോർമലാണ്. കുട്ടി അവരുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത് തന്നെ വായിലൂടെയാണ്. ഇതിൽ നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കേണ്ടതില്ല. ഇനി 2 മുതൽ 4 വയസ്സ് വരെ ഈ സമയത്ത് കുട്ടികൾ കൂടുതൽ സംസാരിക്കാനും മറ്റ് കുട്ടികൾക്കൊപ്പം കളിക്കാനും തുടങ്ങും. അതിനാൽ പതുക്കെ പതുക്കെ ഈ ശീലം കുറഞ്ഞു വരേണ്ടതുണ്ട്. 4 വയസ്സിന് ശേഷവും ഇത് തുടർന്നാൽ വളരെ ഗൗരവമായി കാണണം. കാരണം പാൽപ്പല്ലുകൾ കൊഴിഞ്ഞ് പെർമനൻ്റ് പല്ലുകൾ വരാൻ തുടങ്ങുന്ന സമയമാണിത്. ദീർഘകാലം വിരൽ കുടിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, പല്ലുകളുടെ ഘടന മാറും. തുടർച്ചയായി വിരൽ മേൽഭാഗത്തേക്ക് അമർത്തി വെക്കുമ്പോൾ വായുടെ മുകൾ ഭാഗം കുഴിഞ്ഞു പോകും. മുന്നിലെ പല്ലുകൾ പുറത്തേക്ക് ഉന്തി നിൽക്കും, അതായത് ഓവർ ബൈറ്റ് വരും. മുകളിലെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത അവസ്ഥയായ ഓപ്പൺ ബൈറ്റും വരാൻ സാധ്യതയുണ്ട്. ഇത് പിന്നീട് ക്ലിപ്പ് ഇടേണ്ടി വരുന്നൊരവസ്ഥ കൂടിയാണ്. രണ്ടാമതായി, സംസാരശേഷിയെ ബാധിക്കും. പല്ലുകൾ ഉന്തി നിൽക്കുമ്പോൾ നാക്ക് പുറത്തേക്ക് തള്ളി വരും. ഇത് കാരണം സ, ഷ, ഴ, ത പോലുള്ള അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കാൻ കഴിയണമെന്നില്ല. പുറത്തേക്ക് കാറ്റ് പോകുന്നത് കൊണ്ട് സംസാരം വ്യക്തമാകാതിരിക്കുകയും ചെയ്യും. മൂന്നാമതായി, സാമൂഹികമായുള്ള ഒറ്റപ്പെടൽ. സ്കൂളിൽ കുട്ടി പോകുമ്പോൾ എപ്പോഴും വിരൽ കുടിച്ചിരുന്നാൽ മറ്റു കുട്ടികൾ കളിയാക്കാനും അവരെ മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങളുടെ കുട്ടി വിരൽ കുടിക്കുന്നത് വെറും ഒരു ശീലമാണോ അതോ തലച്ചോറിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടി എപ്പോഴും വിരൽ കുടിക്കുന്നു, കൂടെ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
പേര് വിളിച്ചാൽ തിരിച്ചു നോക്കാതിരിക്കുക, കുട്ടിക്ക് കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാതിരിക്കുക, 2 വയസ്സായിട്ടും വാക്കുകൾ പറയാതിരിക്കുക, ശബ്ദങ്ങളോടോ വെളിച്ചത്തോടോ അല്ലെങ്കിൽ ചില തുണികളോടോ സ്പർശനത്തോടോ അമിതമായ ദേഷ്യമോ കരച്ചിലോ കാണിക്കുക, കൈകൾ എപ്പോഴും കുടയുകയോ വട്ടം കറങ്ങുകയോ ഒക്കെ ചെയ്യുക. ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഓട്ടിസത്തിൻ്റെയോ അല്ലെങ്കിൽ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറിൻ്റെയോ കാരണമാകാം. ഇത്തരം കുട്ടികൾ വിരൽ കുടിക്കുന്നത് വാശി കൊണ്ടല്ല, അവരുടെ ശരീരത്തിന് ആവശ്യമായ സെൻസറി ഫീൽ കിട്ടാനാണ്. ഇവിടെ നമ്മൾ വിരൽ ഊരി മാറ്റുകയല്ല വേണ്ടത്, ഒട്ടും വൈകാതെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ചെയ്യേണ്ടതാണ്. ഇനി ഈ ശീലം മാറ്റാൻ നമ്മൾ മാതാപിതാക്കൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടിയെ കൂടുതൽ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഒന്നാമതായി മുളകും കയ്പും ഉള്ളത് തേക്കൽ. കാന്താരി മുളക്, വേപ്പെണ്ണ തുടങ്ങിയ വിരലിൽ തേക്കുമ്പോൾ കുട്ടിക്ക് ശാരീരികമായ വേദന ഉണ്ടാകും. അവർക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നിയിരുന്ന ആ വിരലിൽ നിന്ന് വേദന കിട്ടുന്നത് അതൊരു ട്രോമക്ക് കാരണമാകാറുണ്ട്. ചിലർ കൈകൾ കെട്ടിയിടാറുണ്ട്. ഉറങ്ങുമ്പോൾ ചില അമ്മമാർ കുട്ടികളുടെ കൈ തുണി കൊണ്ട് കെട്ടിയിടാറുണ്ട്. ഇത് കുട്ടിയുടെ സ്വാഭാവിക ഉറക്കത്തെ ബാധിക്കുകയും വലിയ തോതിലുള്ള ആങ്സൈറ്റി ഉണ്ടാക്കുകയും ചെയ്യും. മൂന്നാമതായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കൽ. നോക്ക്, ആ കുട്ടി വിരൽ കുടിക്കുന്നില്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് താരതമ്യം ചെയ്യുന്നത് കുട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കും. ആ സങ്കടം മാറ്റാൻ അവർ തീർച്ചയായിട്ടും ഒളിച്ചിരുന്ന് വിരൽ കുടിക്കാനും സാധ്യതയുണ്ട്. ഇനി മുകളിൽ പറഞ്ഞ അബദ്ധങ്ങളൊന്നും ചെയ്യാതെ സ്നേഹത്തോടെ ഈ ശീലം എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണുള്ളത്. കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമതായി കുട്ടിയുടെ വികാരം മനസ്സിലാക്കുക. കുട്ടി വിരൽ കുടിക്കുന്നത് കാണുമ്പോൾ ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റരുത്. പകരം പതുക്കെ അവിടെ അടുത്തേക്ക് പോയി കൈ മെല്ലെ താഴോട്ട് പിടിച്ചു മാറ്റിയിട്ട് പറയുക, മോൻ ഉറക്കം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ എന്തെങ്കിലും സങ്കടമുണ്ടായോ, അമ്മക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ ആ അവസ്ഥയെ അംഗീകരിക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമതായി കാരണം കണ്ടെത്തൽ. ഒരു ഡയറി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വൈകാതെ ഒരു ട്രാക്കിംഗ് ഷീറ്റ് വെക്കുന്നതാണ്. കുട്ടി എപ്പോഴൊക്കെയാണ് വിരൽ കുടിക്കുന്നത് എന്ന് എഴുതി വെക്കുക. ഉദാഹരണത്തിന് TV കാണുമ്പോഴോ, കാറിൽ യാത്ര ചെയ്യുമ്പോഴോ, അതോ വിശക്കുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റാരെങ്കിലും വരുമ്പോഴോ. ഇതൊക്കെ കൃത്യമായ സാഹചര്യം കണ്ടെത്തി നമുക്ക് മുൻകൂട്ടി പ്രവർത്തിക്കാൻ കഴിയും. മൂന്നാമതായി പകരമുള്ള വഴികൾ നൽകുക. കുട്ടിക്ക് വായിൽ ഒരു പ്രഷർ വേണം, അത് വിരലിന് പകരം സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഉദാഹരണത്തിന് ചവക്കാൻ ക്യാരറ്റ്, കുക്കുംബർ, ആപ്പിൾ പോലെ കട്ടിയുള്ള ഭക്ഷണങ്ങൾ ചവച്ചരച്ച് കൊടുക്കാൻ ശ്രമിക്കുക. വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഗ്ലാസ്സിൽ നല്ല കട്ടിയുള്ള സ്ട്രോയിൽ ഇട്ട് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ബബിൾസ് ഊതാൻ കൊടുക്കുക, അല്ലെങ്കിൽ പേപ്പർ ചുരുട്ടി വെച്ച് സ്ട്രോ കൊണ്ട് ഊതി തെറിപ്പിക്കുന്ന രീതിയിലുള്ള കളികൾ ചെയ്യാൻ സാഹചര്യമൊരുക്കുക. ഉറങ്ങാൻ നേരമാണെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം തോന്നാൻ ഒപ്പം കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ സോഫ്റ്റ് ടോയ്കളോ ബ്ലാങ്കറ്റുകളോ കൊടുക്കാനും ശ്രമിക്കുക. ഇനി 4ാമത്തെ സ്റ്റെപ്പ് പോസിറ്റീവായി പ്രോത്സാഹിപ്പിക്കുക. കുട്ടി വിരൽ കുടിക്കാത്ത സമയങ്ങളും ഉണ്ടാവുമല്ലോ, അപ്പോൾ പ്രത്യേകം അഭിനന്ദിക്കുക. വാവ്, കഴിഞ്ഞ 10 മിനിറ്റായി മോൻ വിരൽ കുടിച്ചില്ല, എത്ര മിടുക്കനായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ പുറത്തൊരു ചാർട്ട് ഒട്ടിച്ച് വെച്ച് സ്റ്റാറുകൾ നൽകുക. 5 സ്റ്റാർ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പാർക്കിൽ കൊണ്ടുപോകാനോ ഗെയിം കളിക്കാനോ ഉള്ള അവസരങ്ങൾ നൽകുക. അവസാനമായിട്ട് സ്റ്റെപ്പ് നമ്പർ 5 ഓർമ്മപ്പെടുത്തൽ. രാത്രി അറിയാതെ കൈ വായിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കട്ടി കുറഞ്ഞ സോക്സ് കയ്യിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ലഭിക്കുന്ന കുട്ടികൾക്ക് സേഫായിട്ടുള്ള വളരെ നേരിയ കയ്പുള്ള പോളിഷുകളുണ്ട്, അത് ഉപയോഗിക്കാം. പക്ഷേ അത് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കണം, ശിക്ഷയായിട്ടായിരിക്കരുത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിരൽ കുടിക്കൽ മാറ്റുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു മാജിക് അല്ല. അതിന് നമ്മുടെ ക്ഷമയും സ്നേഹവും സ്ഥിരതയും അത്യാവശ്യമാണ്. നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്നും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷമുണ്ടെന്നും ഉറപ്പുവരുത്തുക. മാറ്റം തനിയെ വന്നുകൊള്ളും. ഈ വീഡിയോയിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിവസവും കുട്ടിയുടെ മാറ്റം ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഫ്രീ പ്രിൻ്റബിൾ ഫിംഗർ സൂത്തിങ് ട്രാക്കർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ഫിംഗർ എന്നോ വിരലെന്നോ കമൻറ്റ് ചെയ്യാൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ റിപ്ലൈ ആയിട്ട് നൽകുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയാണ് ഈ ഫിംഗർ സൂത്തിങ് നിർത്തിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യാമോ? അത് മറ്റുള്ളവർക്ക് കൂടി വലിയൊരു സഹായമായിരിക്കും. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.